നമസ്കാരം. പ്രധാന വാർത്തകൾ. സർക്കാർ ജീവനക്കാരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ സാമ്പത്തിക സ്ഥിതി നോക്കാറില്ലെന്ന മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് റേഷനിംഗ് സാർവത്രികമാക്കണമെന്ന് കേരള സിവിൽ സപ്ലൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലം നഗരത്തിലെ മാലിന്യം ഒഴുക്കാൻ ഒരു കോളനി. നഗരത്തിനോട് ചേർന്ന ചന്തക്കുന്ന് കോളനി മാലിന്യ കൂമ്പാരമാകുന്നു. ബസ്സുകൾ കയറാത്ത ബസ് സ്റ്റാൻഡുകളുമായി ശ്രീകൃഷ്ണപുരവും കടമ്പഴിപ്പുറവും. കോടതി വിധി പോലും നടപ്പാക്കാൻ കഴിയാതെ ഭരണാധികാരികൾ. റെയിൽവേ സ്റ്റേഷനില്ലെങ്കിലും മണ്ണാർക്കാട് ഇനി എല്ലാ ട്രെയിൻ ടിക്കറ്റുകളും ലഭിക്കും. ടിക്കറ്റ് സേവനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. പ്രമുഖ തന്ത്രിവര്യൻ അണ്ടലാടിമാന നാരായണൻ നമ്പൂതിരിപ്പാട് അന്തരിച്ചു. കാടാമ്പുഴ ക്ഷേത്രം ഉൾപ്പെടെ മലബാറിലെ 300-ലധികം ക്ഷേത്രങ്ങളുടെ തന്ത്രിയായിരുന്നു നാരായണൻ നമ്പൂതിരി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സർക്കാർ ജീവനക്കാരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ സാമ്പത്തിക സ്ഥിതി നോക്കാറില്ലെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ എത്തിക്കാൻ ജീവനക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. കേരള സിവിൽ സപ്ലൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ റവന്യൂ വരുമാനത്തിന്റെ സ്ഥിതി മോശമാണെന്നും സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി നോക്കി ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ കുറവൊന്നും വരുത്തിയിട്ടില്ലെന്നും മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ മുഴുവൻ ആവശ്യങ്ങളും പരിഹരിച്ചു എന്ന് പറയുന്നില്ലെന്നും മന്ത്രി എ പി അനിൽകുമാർ വ്യക്തമാക്കി. രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചു സംസ്ഥാനത്തെ റേഷൻ വിതരണ സമ്പ്രദായം ഏറെ മെച്ചപ്പെട്ടതാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള സിവിൽ സപ്ലൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബി സന്തോഷ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. എംഎൽഎമാരായ പി ശ്രീരാമകൃഷ്ണൻ, പി ഉബൈദുള്ള എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോറാടൻ റംല, ഡിസിസി സെക്രട്ടറിമാരായ പി രാധാകൃഷ്ണൻ, വി ബാബുരാജ്, എൻസിപി ജില്ലാ സെക്രട്ടറി ഹംസ പാലോർ, ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം സി വാസുദേവൻ, അങ്ങാടിപ്പുറം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി, സംഘടനയുടെ ജനറൽ സെക്രട്ടറി ടി എം ജോയി, സെക്രട്ടറി പി മുരളീധരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഭക്ഷ്യസുരക്ഷയും അവശ്യ സാധന നിയമവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ മന്ത്രി മഞ്ഞളാംകുഴിയേലി ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം യാത്രയപ്പ് സമ്മേളനവും സുഹൃത്ത് സമ്മേളനവും നടന്നു. പ്രതിനിധി സമ്മേളനം ഞായറാഴ്ചയും തുടരും. സംസ്ഥാനത്ത് സാർവത്രിക റേഷനിംഗ് സമ്പ്രദായം നടപ്പാക്കണമെന്ന് കേരള സിവിൽ സപ്ലൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. FCI കേന്ദ്രങ്ങളിൽ നിന്നും വിതരണം നടത്തുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ സമ്മേളനത്തിൽ ഞായറാഴ്ച അവതരിപ്പിക്കുന്ന പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെടും. കേരളത്തെ പോലൊരു ഉപഭോക്തൃ സംസ്ഥാനത്ത് സാർവത്രിക റേഷനിംഗ് സംവിധാനം അത്യന്താപേക്ഷിതമാണെന്ന് പെരിന്തൽമണ്ണയിൽ നടക്കുന്ന കേരള സിവിൽ സപ്ലൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം അഭിപ്രായപ്പെട്ടു. സാമ്പത്തികത്തിന്റെ പേരിൽ ഒരു വിഭാഗത്തെ റേഷനിംഗ് സമ്പ്രദായത്തിൽ നിന്നും അകറ്റി നിർത്തിയാൽ ഭാവിയിൽ ഇവർക്ക് ഭക്ഷ്യധാന്യ ലഭ്യത ഇല്ലാതാവാൻ ഇടവരുമെന്ന് സമ്മേളനം വിലയിരുത്തി. ആയതിനാൽ റേഷനിംഗ് സമ്പ്രദായം സാർവത്രികമായി നടപ്പാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. റേഷൻ വിതരണ സമ്പ്രദായത്തിൽ APL BPL വിഭജനം തുടരുന്നതിൽ സംഘടനയ്ക്ക് എതിർപ്പാണുള്ളത്. അപേക്ഷിക്കുന്ന ദിവസം തന്നെ റേഷൻ കാർഡ് നൽകുക എന്നത് നല്ല ആശയമായി സംഘടന കണക്കാക്കുന്നു. എന്നാൽ നിലവിലുള്ള സംവിധാനങ്ങളിൽ മാറ്റവും ജീവനക്കാരുടെ വർധനവും സംഘടന ആവശ്യപ്പെടുന്നുണ്ട്. സപ്ലൈകോയെ സിവിൽ സപ്ലൈസ് വകുപ്പിൽ നിന്നും വിഭജിക്കരുതെന്നാണ് സിവിൽ സപ്ലൈസ് അസോസിയേഷന്റെ മറ്റൊരു പ്രധാന ആവശ്യം. സബ്സിഡി ഇനത്തിൽ സാധനങ്ങൾ വിതരണം ചെയ്തതിനെ തുടർന്നുണ്ടായ സപ്ലൈകോയുടെ സാമ്പത്തിക നഷ്ടം നികത്തുക, പാചകവാതക വിതരണത്തിലെ അഴിമതി തടയുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ശക്തമായ നിയമം കൊണ്ടുവരിക, വില നിയന്ത്രിക്കുന്നതിനും ഭക്ഷ്യസാധനങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനും ഹോട്ടലുകൾക്ക് ഗ്രേഡിംഗ് സമ്പ്രദായം കൊണ്ടുവരിക തുടങ്ങിയ ആവശ്യങ്ങളും സംഘടന ഉന്നയിക്കുന്നുണ്ട്. ഈ ആവശ്യങ്ങൾ ഞായറാഴ്ച തുടരുന്ന പ്രതിനിധി സമ്മേളനത്തിൽ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെടും. ഒറ്റപ്പാലം ചന്തക്കുന്ന് കോളനിയിലേക്ക് നഗരമാലിന്യം ഒഴുകുന്നു. ബസ് സ്റ്റാൻഡിന് സമീപത്തെ അഴുക്കുചാൽ തകർന്നാണ് മാലിന്യം കോളനിയിലേക്ക് ഒഴുകുന്നത്. അഴുക്കുചാൽ തകർന്ന് മാലിന്യം കോളനിയിലേക്ക് ഒഴുകുന്നത് പതിവാണ്. പ്രശ്നം രൂക്ഷമാകുമ്പോൾ അഴുക്കുചാൽ അറ്റകുറ്റപ്പണി നടത്തി താൽക്കാലിക പരിഹാരം കാണുമെങ്കിലും ഇത് പിന്നീട് വീണ്ടും തകരും. രൂക്ഷമായ ദുർഗന്ധവും കൊതുക് ശല്യവും മൂലം ജീവിതം ദുസ്സഹമായിരിക്കുകയാണ് ഇവിടെ. കൂടാതെ കോളനിയിലെ കിണറും മാലിന്യം നിറഞ്ഞ് ഉപയോഗശൂന്യമായി. നഗരത്തിലെ മുഴുവൻ മാലിന്യവും അഴുക്കുചാലിലൂടെ കോളനിയിലേക്കാണ് ഒഴുകിയെത്തുന്ന മലിനജലം കോളനി പരിസരത്ത് കെട്ടിനിൽക്കുന്നുമുണ്ട്. മഴ പെയ്താലിത് വീടുകൾക്ക് അകത്തേക്കും കയറുമെന്ന് കോളനി നിവാസികൾ പറയുന്നു. കൊതുകിന്റെ ശല്യം, കിടക്കാൻ മൂർത്തിയില്ല, കുട്ടികൾക്ക് അസുഖങ്ങൾ വരിക, ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മെയിനായിട്ടുണ്ട്. കിണറിന് വെള്ളം ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കുടിക്കാനോ കക്കൂസ് പോകാനോ ബാത്റൂം പോകാനോ ഒന്നിനും ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ക്ഷാമമുണ്ട്. ഹോട്ടലുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും മാലിന്യമാണ് ഇതുവഴി ഒഴുകുന്നത്. ബസ് സ്റ്റാൻഡിന് സമീപത്തെ അഴുക്കുചാൽ വഴി സെൻകുപ്പ റോഡിലെ
അഴുക്കുചാലിനെ ബന്ധിപ്പിക്കുകയായിരുന്നു. ഇതാണ് ഇപ്പോൾ പകർന്നിരിക്കുന്നത്. സാംക്രമിക രോഗങ്ങളും പകർച്ചവ്യാധികളും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉയർത്തുന്നത്. ഗുരുവായൂർ മുൻ മേൽശാന്തിയും പ്രമുഖ തന്ത്രിവര്യനുമായ പട്ടാമ്പി ഓങ്ങല്ലൂർ അണ്ടലാടി മനയ്ക്കൽ നാരായണൻ നമ്പൂതിരിപ്പാട് അന്തരിച്ചു. 76 വയസ്സായിരുന്നു. നിലവിൽ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം ഉൾപ്പെടെ 300-ലധികം ക്ഷേത്രങ്ങളിലെ തന്ത്രിയായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ ശനിയാഴ്ച രാവിലെ 9 മണിക്കായിരുന്നു അണ്ടലാടി നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ അന്ത്യം. 3 പ്രാവശ്യം ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിട്ടുണ്ട്. നിലവിൽ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം, ചെർപ്പളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രം, മുളയങ്കാവ്, പുത്തൂർ തിരുവുരാക്കൽ ക്ഷേത്രം തുടങ്ങി 300-ലധികം ക്ഷേത്രങ്ങളിൽ തന്ത്രിയാണ്. 30-ലധികം ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ആലുവ തന്ത്രവിദ്യാപീഠത്തിൽ നിന്നും കൽപ്പുഴ ദിവാകരൻ നമ്പൂതിരിപ്പാട് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഉണിക്കാളി അന്തർജനമാണ് ഭാര്യ. ഉഷ, രമ, പ്രസന്ന, ലീല, പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, വിഷ്ണു നമ്പൂതിരിപ്പാട് എന്നിവർ മക്കളാണ്. മരണവാർത്തയറിഞ്ഞ് പ്രമുഖരുൾപ്പെടെ നിരവധി ആളുകൾ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാരം നടന്നു. കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡുകൾക്ക് ഇനിയും ശാപമോക്ഷമായില്ല. ബസ്സുകൾ കയറിയിറങ്ങാത്ത ഈ ബസ് സ്റ്റാൻഡുകൾ നോക്കുകുത്തികളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. വ്യക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇരു ഗ്രാമപഞ്ചായത്തുകളുടെയും അധികൃതർ. കേരളപ്പിറവിയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ചാണ് 2006-ൽ കടമ്പഴിപ്പുറത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. നിർമ്മാണം കഴിഞ്ഞ ആദ്യ ആഴ്ചയിൽ തന്നെ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ അവഗണിക്കുകയായിരുന്നു. കോടതി വിധിയുണ്ടായിട്ടും ഈ അവഗണന തുടരുകയാണ്. ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ നൽകിയ പരാതിയിലാണ് ബസ്സുകൾ സ്റ്റാൻഡിൽ കയറണമെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കുന്നത്. പോലീസിന്റെ സഹായത്തോടെ ഏതാനും ദിവസം ബസ്സുകൾ സ്റ്റാൻഡിൽ കയറിയെങ്കിലും പോലീസ് മാറിയതോടെ വീണ്ടും പഴയ പടിയിലാവുകയായിരുന്നു. തുടർച്ചയായ സ്വരാജ് ട്രോഫി സമ്മാനത്തുക ഉപയോഗിച്ചാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. ബസ്സുകൾ കയറാത്ത കടമ്പഴിപ്പുറം സ്റ്റാൻഡിന്റെ ദുരവസ്ഥ തന്നെയാണ് ശ്രീകൃഷ്ണപുരത്തും. പോലീസ് കാവലിൽ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറ്റിയിറക്കുക എന്നത് പ്രായോഗികമല്ലെന്ന് ഇവിടെയും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇരു ഗ്രാമപഞ്ചായത്തുകളും ഏറെ പ്രതീക്ഷയോടെ നിർമ്മിച്ച ബസ് സ്റ്റാൻഡുകൾക്കാണ് ഈ ദുർഗതി വന്നിരിക്കുന്നത്. കടമ്പഴിപ്പുറത്തും ശ്രീകൃഷ്ണപുരത്തും സ്വകാര്യ വ്യക്തികളാണ് ഇതിനാവശ്യമായ സ്ഥലം നൽകിയത്. ബസ്സുകൾ കയറിയിറങ്ങുന്നില്ലെങ്കിലും സ്റ്റാൻഡ് പിരിവ് രണ്ടിടത്തും മുറക്കി നടക്കുന്നുണ്ട്. കയറാനും ഇറങ്ങാനും ആളില്ലാതെ എന്തിന് സ്റ്റാൻഡിൽ കയറ്റിയിറക്കി സമയം കളയണമെന്നാണ് ബസ് ജീവനക്കാരുടെ ചോദ്യം. തൊട്ടടുത്ത സ്റ്റോപ്പുകൾ ഉണ്ടാകുമ്പോൾ സ്റ്റാൻഡിൽ കയറുന്ന യാത്രക്കാരുടെ എണ്ണവും കുറയുമെന്നത് യാഥാർത്ഥ്യമാണ്. ബസ്സുകൾ തുടങ്ങുന്നിടത്തോ സർവീസ് അവസാനിക്കുന്നിടത്തോ മാത്രമേ ബസ് സ്റ്റാൻഡുകളുടെ ആവശ്യം ഉള്ളൂ എന്ന വാദവും ഇവിടെ ശക്തിപ്പെടുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടർ മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിൽ പ്രവർത്തനം തുടങ്ങി. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഇനി മുതൽ മണ്ണാർക്കാട് ലഭിക്കും. സദേൺ റെയിൽവേയുമായി സഹകരിച്ച് ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സഹകരണ സ്ഥാപനത്തിന് റെയിൽവേ ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടർ ആരംഭിക്കാൻ സമ്മതം നൽകുന്നത്. അധിക ചാർജോ കമ്മീഷനോ ഈടാക്കാതെയാണ് സേവനം ലഭ്യമാക്കുന്നത്. മണ്ണാർക്കാട്ടേക്കുള്ള റെയിൽവേ ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടർ ആദ്യം മണ്ണാർക്കാട് തപാൽ ഓഫീസിലേക്കാണ് പാസ്സായത്. എന്നാൽ അവിടെ നൽകുന്നതിനേക്കാൾ സേവനം റൂറൽ സർവീസ് സഹകരണ ബാങ്കിൽ ചെയ്യാനാവുമെന്ന് മനസ്സിലാക്കിയാണ് ഏറെ പ്രയാസപ്പെട്ട് റെയിൽവേ അധികൃതരുമായി സംസാരിച്ച് ബാങ്കിലേക്ക് തന്നെ പാസ്സാക്കിയതെന്ന് MP രാജേഷ് MP പറഞ്ഞു. അങ്ങനെയാണ് പ്രത്യേകമായി ആ ഉദ്ദേശം പറയുന്നത് മണ്ണാർക്കാട് റൂറൽ സർവീസ് ബാങ്കിനെ തന്നെ അനുവദിക്കാൻ തീരുമാനിച്ചു. അതിന് മുമ്പ് MP എന്ന നിലയിൽ ഞാൻ റൂറൽ ബാങ്കാണ് സജസ്റ്റ് ചെയ്തെങ്കിൽ അവർ സഹകരണ ബാങ്കിൽ കൊടുക്കാൻ വകുപ്പില്ല, അത് വ്യവസ്ഥയില്ല. എന്നിട്ട് പോസ്റ്റ് ഓഫീസിന് അനുവദിക്കുകയും ചെയ്തിരുന്നു. മണ്ണാർക്കാട് പോസ്റ്റ് ഓഫീസിന് അനുവദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിനൊരു സ്റ്റാറ്റിക് വിളിച്ചു. പോസ്റ്റ് ഓഫീസിനോട് വിരോധമുണ്ടായതുകൊണ്ടല്ല, ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനങ്ങൾ ഇവിടെ വരുത്താനാണെന്ന് തോന്നാം. പോസ്റ്റ് ഓഫീസിലുള്ള പുതിയതായിരിക്കും സൗകര്യത്തായിരിക്കും. എന്തൊക്കെ ഉണ്ടായി നിങ്ങൾക്കറിയാം. മണ്ണാർക്കാട് പോസ്റ്റ് ഓഫീസിലുള്ള സൗകര്യത്തായിരിക്കും. ഇവിടെ ബാങ്ക് എല്ലാ മികച്ച സൗകര്യങ്ങളും എത്രയും ഫെസിലിറ്റീസ് ഏർപ്പെടുത്തുന്ന ബാങ്ക് സന്നദ്ധമാണ്. ഞാനിതിന്റെ ഉദാഹരണങ്ങളോട് നമ്മുടെ മോഡൽ ഉദാഹരണം അത് തീരുമാനിച്ചതാണ്. അത് കണ്ടപ്പോഴാണ് തീരുമാനിച്ചത് ഇവർക്ക്. ഇന്ത്യയിൽ ആദ്യമായാണ് റെയിൽവേയുടെ ഇത്തരമൊരു സംരംഭം സഹകരണ സ്ഥാപനത്തിന് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഏറെ അന്വേഷണത്തിനൊടുവിലാണ് സമ്മതം നൽകിയതെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ രാജേഷ് അഗർവാൾ പറഞ്ഞു. ഇത്തരമൊരു സംരംഭം ഒരു സഹകരണ സ്ഥാപനം മുന്നോട്ട് വന്ന് ഏറ്റെടുക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ പീയൂഷ് അഗർവാളും പറഞ്ഞു. വികസന കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാറില്ലെന്ന് MP രാജേഷ് MP. രാഷ്ട്രീയം നോക്കിയാണെങ്കിൽ മണ്ണാർക്കാടിന് ഒരു വികസനവും നൽകാനാവില്ലെന്നും MP പറഞ്ഞു. മണ്ണാർക്കാട് MPയുടെ ശ്രമഫലമായി അനുവദിച്ച റെയിൽവേ ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടർ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MP. രാഷ്ട്രീയ
രാഷ്ട്രീയം നോക്കിയിട്ടാണെങ്കിൽ ഞാൻ ആദ്യം തെരഞ്ഞെടുക്കുന്ന സ്ഥലം മഹാകാലത്താന്ന് എനിക്ക് എല്ലാവരും പറയാം. രാഷ്ട്രീയ ലാഭത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയിട്ടാണെങ്കിൽ എംഎൽഎക്ക് അറിയാം. സംഭവമുണ്ട്, രാഷ്ട്രീയ ലാഭത്തിന് നോക്കിയിട്ടേ അങ്ങനെ നോക്കിയാൽ അങ്ങനെ ഒരു കാര്യത്തിൽ നോക്കാറില്ല. നോക്കിയാൽ മറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാന സമ്മർദ്ദങ്ങൾ വരും. എന്റെ ഭാഗത്ത് നോക്കിയാൽ എംഎൽഎയുടെ ഭാഗത്ത് പാർട്ടി മണ്ണാർക്കാട് ഇരിക്കില്ല, അതാദ്യം അദ്ദേഹത്തിന് എന്നെ ഇരിക്കില്ല, മണ്ണാർക്കാട് തന്നെ ഇരിക്കില്ല. അപ്പൊ അങ്ങനെ ലാഭത്തിന്റെ അടിസ്ഥാനത്തിലല്ല അത് നോക്കിയിട്ടുള്ളത്. ഒരു കാര്യം നോക്കാം, എംപി പണ്ട് പിടിയോട് ഒരു രാഷ്ട്രീയ പരിഗണനയും അത് നോക്കാറില്ല. അങ്ങനെ രാഷ്ട്രീയ പരിഗണന നോക്കാതെ ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമുണ്ടായി. അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ എംപി ഫണ്ട് ചെലവഴിച്ച മണ്ഡലമായി 93% ചെലവഴിച്ച മണ്ഡലമായി പാലക്കാട് മാറാനായിട്ട്. MP ഫണ്ട് വിനിയോഗിക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാത്തതുകൊണ്ടാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 93% ഫണ്ടും വിനിയോഗിക്കാനായതെന്നും MP കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച N ഷംസുദ്ദീൻ MLA-യുടെ വികസന കാര്യത്തിൽ രാഷ്ട്രീയം പാടില്ലെന്ന പരാമർശത്തിന് മറുപടി കൂടിയായിരുന്നു MP രാജേഷ് MPയുടെ അഭിപ്രായം. പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ പീയൂഷ് അഗർവാൾ, തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ രാജേഷ് അഗർവാൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P റഫീഖ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K റഫീഖ്, ബാങ്ക് പ്രസിഡന്റ് TR സെബാസ്റ്റ്യൻ, സെക്രട്ടറി M പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. കേന്ദ്ര സർക്കാരിന്റെ അഴിമതിക്കും വിലക്കയറ്റത്തിനുമെതിരെ യുവമോർച്ച ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പദയാത്ര നടത്തി. കുളക്കാട് നിന്ന് ആരംഭിച്ച പദയാത്ര നെല്ലായിൽ സമാപിച്ചു. കോൺഗ്രസിനെ പുറത്താക്കുക, നാടിനെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി അഴിമതിക്കും വിലക്കയറ്റത്തിനും ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ തകർച്ചയ്ക്കുമെതിരെ യുവമോർച്ച സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായാണ് ഷൊർണൂർ നിയോജകമണ്ഡലം യുവമോർച്ച കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചത്. നിയോജകമണ്ഡലം പ്രസിഡന്റ് P ജയപ്രകാശ് നയിച്ച പദയാത്ര കുളക്കാട് നിന്ന് ആരംഭിച്ച് നെല്ലായിൽ അവസാനിച്ചു. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് OP വാസുദേവൻ കുളക്കാട് പദയാത്ര ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരപ്രഖ്യാപനം നടത്തുകയും ഈ സമരഭൂമികയിൽ വളരെ വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വലിയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ അതിരൂക്ഷമായിട്ടുള്ള അഴിമതിയാണ് ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റ് നന്ദകുമാർ അധ്യക്ഷനായി. അടയ്ക്കാപുത്തൂർ, മാങ്ങോട്, 26 മൈൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. ചെറുപ്പുളശ്ശേരിയിൽ നൽകിയ സ്വീകരണ പരിപാടി BJP ഷൊർണൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് P ജയൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ കടുത്ത രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിലേക്ക് തള്ളിവിടുന്ന UPA സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ സാധാരണക്കാരന്റെ ജീവിതത്തിന്, സാധാരണക്കാരന് മെച്ചപ്പെട്ട പ്രതീക്ഷകൾക്ക്. സജീഷ് വീട്ടിക്കാട്, അജീഷ് എന്നിവർ സംസാരിച്ചു. വൈകുന്നേരം നെല്ലായിൽ നടന്ന പദയാത്രയുടെ സമാപനം യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് BV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വെള്ളിനേഴി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. സ്കൂളിലെ സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടികൾ പ്രിൻസിപ്പൽ C കമലാദേവി ഉദ്ഘാടനം ചെയ്തു. കൗമാരപ്രായക്കാരായ വിദ്യാർത്ഥികൾ വീടുകളിലും സ്കൂളിലും നേരിടുന്ന പ്രശ്നങ്ങൾ, കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങൾക്കുമെതിരായി വിദ്യാർത്ഥികളിൽ അവബോധമുണ്ടാക്കാനായി സംസ്ഥാന ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന പരിപാടികളുടെ ഭാഗമായാണ് വെള്ളിനേഴി ഹയർ സെക്കൻഡറി സ്കൂളിലെ സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ C കമലാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വീടുകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ഒക്കെ അവർക്ക് ഈ ഒരു ഏജിൽ പഠനമാണ് ഏറ്റവും മുന്നിൽ കാണേണ്ടത്. പക്ഷെ പഠനത്തെ വളരെയധികം ബാധിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ, ഒരുപാട് സമ്മർദ്ദങ്ങൾ മാനസികമായോ ശാരീരികമായോ ഒക്കെ അനുഭവിക്കേണ്ട ഒരു സ്ഥിതിയിലൂടെ അല്ലെങ്കിൽ ഒരു വിഷയത്തിലൂടെ കടന്നുപോകും. ഈ ഒരു ഏജിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ കൊണ്ട് ഏറ്റവും ചെയ്യാൻ കഴിയുന്നത്, നമ്മുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്, നിങ്ങൾ ഇപ്പൊ പഠിക്കുക, അതിൽ നിന്ന് നല്ലൊരു വിജയം നേടി, നല്ലൊരു ജോലി നേടി, അങ്ങനെയുള്ളൊരു സ്ഥിതിയാണ് നിങ്ങളിൽ കാണേണ്ടത്. വനശാസ്ത്രജ്ഞരുൾപ്പെടെയുള്ള ഡോക്ടർമാരായ അംബിക, ഇന്ദു, രാകേഷ് തുടങ്ങിയവർ ക്ലാസ് എടുത്തു. സൗഹൃദം, പ്രകൃതിയോട്, സമൂഹത്തോട്, ആത്മാവിനോട് എന്ന സന്ദേശവുമായി നടന്ന പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സൗഹൃദ കൺവീനർ ശ്രീകല വിശദീകരിച്ചു. പണ്ട് നമ്മൾ ജീവിച്ചിരുന്ന ഒരു സാഹചര്യമല്ല ഇന്ന്.
നമ്മൾ അണുകുടുംബങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ അച്ഛൻ, അമ്മ, 1-2 കുട്ടികൾ, അതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു ലോകം ഇല്ല. അധ്യാപകരായ ഓമനക്കുട്ടൻ, നളിനി, സാവിത്രി, വിദ്യാർത്ഥി പ്രതിനിധി ഷാഫി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മുസ്ലിം യൂത്ത് ലീഗ് ചെറുപ്പശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അക്ഷയ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ ആസീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അക്ഷയ സെന്റർ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സ്ഥലത്തേക്ക് മാറ്റുക, അക്ഷയ സെന്റർ നടത്തുന്ന വ്യക്തിയുടെ മോശം പെരുമാറ്റം അവസാനിപ്പിക്കുക, പുതിയ അക്ഷയ കേന്ദ്രങ്ങൾ അനുവദിക്കുക, അക്ഷയ കേന്ദ്രങ്ങൾ അനുവദിക്കുന്നതിലെ രാഷ്ട്രീയ താൽപര്യങ്ങൾ അവസാനിപ്പിക്കുക, കച്ചേരിക്കുന്നിൽ സബ് സെന്റർ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മുസ്ലിം യൂത്ത് ലീഗ് ചെർപ്പുളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി അക്ഷയ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തിയത്. മുസ്ലിം ലീഗ് ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് അയ്യപ്പൻകാവ് പരിസരത്തുള്ള അക്ഷയ സെന്ററിന് മുന്നിൽ പോലീസ് തടഞ്ഞു. മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ അസീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഒരു അക്ഷയ കേന്ദ്രം എന്ന് പറയുന്നത് ഈ അക്ഷയ കേന്ദ്രവും ഈ അടുത്ത ദിവസം ഭാഗികമായി മാത്രം പ്രവർത്തനം ആരംഭിച്ച വീട്ടിക്കാടുള്ള ഒരു അക്ഷയ കേന്ദ്രവും മാത്രമാണ്. കാറൽമണ്ണയിലെ അക്ഷയ കേന്ദ്രം പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായി അത് തുടർന്ന് പ്രവർത്തിക്കാൻ ആരംഭിക്കണം എന്ന ആവശ്യം നിരന്തരം ഉയർന്നപ്പോ അവിടെ ഇന്റർവ്യൂ എന്ന പ്രവർത്തനം നടത്തിക്കൊണ്ട് ആ അക്ഷയ കേന്ദ്രം അടച്ചുപൂട്ടുന്ന സമീപനമാണ് ചെറുപ്പശ്ശേരി പഞ്ചായത്ത് ഭരിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി സ്വീകരിച്ചത്. ചെർപ്പുളശ്ശേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് NK സാദിഖ് അലി, ഹക്കീം ചെർപ്പുളശ്ശേരി, ഇക്ബാർ ദുറാനി, സൽമാൻ കൂടമംഗലം, OK ചന്ദ്രൻ, മജീദ് പറക്കാടൻ, TP റിയാസ്, TP റിസാഷ്, ഇബ്രാഹിം മൗലവി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ആൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ചെറുപ്പശ്ശേരിയിൽ ബാങ്കിംഗ് സാക്ഷരതാ യജ്ഞം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശാന്തകുമാരി, ഉഷാകുമാരി, ദീനാക്ഷൻ, ഫെഡറേഷൻ പ്രസിഡന്റ് മല്ലിക എന്നിവരും സംസാരിച്ചു. പട്ടാമ്പി ബ്ലോക്ക് ക്ഷീരകർഷക സംഗമം ശനിയാഴ്ച വാളാനംകുറിശ്ശിയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ ഇസ്ഹാഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇത് പൊതുവെ വിവിധമായ മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുവെ ഏത് തരത്തിലുള്ള കർഷകരായാലും അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ പൊതുവിഭാഗം ആളുകളായാലും ഒക്കെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെയൊക്കെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് പ്രവർത്തന പരിപാടികൾ മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ സമൂഹത്തിലെ എല്ലാവരും അത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ദേശീയ സർക്കാരുകളുടെയൊക്കെ തന്നെ നയം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിൻ്റെയൊക്കെ തന്നെ എല്ലാ തരത്തിലുള്ള ഇരകളാകേണ്ടി വരുന്ന ആളുകൾ ഈ ദുരിതങ്ങളൊക്കെ തന്നെ എന്ന് തീരും, എങ്ങനെ തീരുമെന്ന ആശങ്കയിൽ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ. ക്ഷീരവികസന വകുപ്പിന്റെയും പട്ടാമ്പി ബ്ലോക്കിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്ഷീരകർഷക സംഗമം സംഘടിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B വസന്ത അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന വകുപ്പ് പാലക്കാട് ഡെപ്യൂട്ടി ഡയറക്ടർ AS കുമാരി മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ ജനപ്രതിനിധികൾ, ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കന്നുകാലി പ്രദർശനം, മികച്ച ക്ഷീരകർഷകരെ ആദരിക്കൽ, പുൽകൃഷി, ധനസഹായ വിതരണം തുടങ്ങിയവയും ചടങ്ങിൽ നടന്നു. കമ്പ്യൂട്ടർ പരിജ്ഞാനമില്ലാത്ത സാധാരണക്കാർക്ക് സൗജന്യമായി കമ്പ്യൂട്ടർ പരിശീലനം നൽകാൻ പെരിന്തൽമണ്ണ എഡ്വേർഡ് മെമ്മോറിയൽ ക്ലബ്ബ് തീരുമാനിച്ചു. കമ്പ്യൂട്ടർ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ബുധനാഴ്ച മന്ത്രി മഞ്ഞളാംകുഴിയേലി നിർവഹിക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രവർത്തനം ഒരു പതിറ്റാണ്ട് പിന്നിടുന്ന പെരിന്തൽമണ്ണ എഡ്വേർഡ് ക്ലബ്ബ് പെരിന്തൽമണ്ണയിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായി നിലകൊള്ളുകയാണ്. 100ാം വാർഷികത്തിന്റെ ഭാഗമായി വിവിധ സേവന സാമൂഹിക പ്രവർത്തനങ്ങളാണ് എഡ്വേർഡ് ക്ലബ്ബ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കമ്പ്യൂട്ടർ പരിജ്ഞാനമില്ലാത്ത സാധാരണക്കാർക്ക് സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്നതിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച മന്ത്രി മഞ്ഞളാംകുഴിയേലി നിർവഹിക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. പെരിന്തൽമണ്ണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്ററിനും പെരിന്തൽമണ്ണ ജനമൈത്രി പോലീസിന്റെ പ്രവർത്തനങ്ങൾക്കും ക്ലബ്ബ് മാസം തോറും ധനസഹായം നൽകി വരുന്നുണ്ട്. പെരിന്തൽമണ്ണ PTM ഗവൺമെന്റ് കോളേജ്, ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി എന്നീ സ്ഥാപനങ്ങൾക്കും എഡ്വേർഡ് ക്ലബ്ബ് വിവിധ സഹായങ്ങളാണ് ചെയ്തത്. 100ാം വാർഷികത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ എഡ്വേർഡ് ക്ലബ്ബ് പ്രസിഡന്റ് KV ഗംഗാധരൻ, സെക്രട്ടറി K ബാലചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി K കോയ, ട്രഷറർ MP മധുസൂദനൻ, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ PK രാജഗോപാൽ, P രവി എന്നിവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകളിലേക്ക്. മണ്ണാർക്കാട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം തുടങ്ങി. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ കായിക മത്സരങ്ങളും ഈ മാസം 28-ന് കലാമത്സരങ്ങളുമാണ് നടക്കുന്നത്. ശനിയാഴ്ച ഫുട്ബോൾ മത്സരമാണ് നടക്കുന്നത്. ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K റഫീഖ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം റഫീഖ് അധ്യക്ഷത വഹിച്ചു.
മാസിദ സത്താർ, കെ സുബൈദ, സതീദേവി തുടങ്ങിയവർ സംസാരിച്ചു. ഞായറാഴ്ച ക്രിക്കറ്റ് മത്സരവും തിങ്കളാഴ്ച അത്ലറ്റിക് മത്സരങ്ങളും MES കല്ലടി കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. 28-ന് GMUP സ്കൂളിലാണ് കലാമത്സരങ്ങൾ നടക്കുന്നത്. ചെറുപ്പശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാർ ആനന്ദപ്പടിയിലെ പൊതുകുളം ശുചീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം KK ആസീസ് ഉദ്ഘാടനം നിർവഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ PA അമീർ അലി, പ്രിൻസിപ്പൽ ദേവികുമാർ, PT അജ്മൽ, മനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുൻ പ്രസിഡന്റ് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ അനുസ്മരണവും ആത്മീയ സദസ്സും പൊട്ടച്ചിറ അൻവരിയ അറബി കോളേജിൽ വെച്ച് നടന്നു. കോഴിക്കോട് ഖാസി ജുമലുൽ നിയമി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. അനുസ്മരണ പ്രഭാഷണം സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴയിൽ നിർവഹിച്ചു. ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ, KPC തങ്ങൾ, നെല്ലായ കുഞ്ഞു മുഹമ്മദ് യൂസഫ്, മരക്കാർ മറയമംഗലം, കരീം എന്നിവർ സംസാരിച്ചു. തെയ്യോട്ടുചിറ കമ്മുസുഫി ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് ഞായറാഴ്ച ദിക്ർ, ദുആ, സന്നദ്ധാന സംയുക്ത മഹാസമ്മേളനം നടക്കും. പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം തമന്ന ഗോൾഡ് കവറിംഗ് ജ്വല്ലറി ചെറുപ്പശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർ ശാന്തകുമാർ ക്ലിനിക്കിന് സമീപമാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നർത്തകിയും വിവിധ ചാനലുകളിലെ റിയാലിറ്റി ഷോകളിലൂടെയും പ്രശസ്തയായ മാളവികയാണ് തമന്ന ഗോൾഡ് കവറിംഗ് ജ്വല്ലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. വിലയിലെ മിതത്വവും സെലക്ഷനിലെ വൈവിധ്യവുമാണ് തങ്ങളുടെ പ്രത്യേകതയെന്ന് ഉടമകൾ അവകാശപ്പെട്ടു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള രാജസ്ഥാനി, ഹൈദരാബാദ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ, താലിമാലകൾ, കരിമണിമാലകൾ, നെക്ലസുകൾ തുടങ്ങിയ എല്ലാവിധ ആഭരണങ്ങളും മിതമായ നിരക്കിൽ തമന്നയിൽ ലഭിക്കുമെന്നും ഉടമകൾ അറിയിച്ചു. ആവശ്യാനുസരണം എല്ലാവിധ ആഭരണങ്ങളും ഗോൾഡ് കവർ ചെയ്തു കൊടുക്കുകയും ആഭരണങ്ങൾ വിവാഹ ആവശ്യത്തിന് വാടകയ്ക്ക് നൽകുകയും തമന്ന ചെയ്യുന്നുണ്ട്. കൂടാതെ ഏത് ഷോപ്പിൽ നിന്നും വാങ്ങിയ ആഭരണങ്ങളും കളർ മുക്കി നൽകുമെന്നും ഉടമകൾ പറഞ്ഞു. 1000 രൂപയ്ക്ക് മുകളിൽ ആഭരണങ്ങൾ വാങ്ങിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനവും 3 മാസക്കാലത്തേക്ക് പ്രത്യേക ഡിസ്കൗണ്ട് നൽകുമെന്നും ഉടമകൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സർക്കാർ ജീവനക്കാരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ സാമ്പത്തിക സ്ഥിതി നോക്കാറില്ലെന്ന് മന്ത്രി AP അനിൽകുമാർ. സംസ്ഥാനത്ത് റേഷനിംഗ് സാർവത്രികമാക്കണമെന്ന് കേരള സിവിൽ സപ്ലൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലം നഗരത്തിലെ മാലിന്യം ഒഴുക്കാൻ ഒരു കോളനി. നഗരത്തിനോട് ചേർന്ന ചന്തക്കുന്ന് കോളനി മാലിന്യ കൂമ്പാരമാകുന്നു. ബസ്സുകൾ കയറാത്ത ബസ് സ്റ്റാൻഡുകളുമായി ശ്രീകൃഷ്ണപുരവും കടമ്പഴിപ്പുറവും. കോടതി വിധി പോലും നടപ്പാക്കാൻ കഴിയാതെ ഭരണാധികാരികൾ. റെയിൽവേ സ്റ്റേഷനില്ലെങ്കിലും മണ്ണാർക്കാട് ഇനി എല്ലാ ട്രെയിൻ ടിക്കറ്റുകളും ലഭിക്കും. ടിക്കറ്റ് സേവനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. പ്രമുഖ തന്ത്രിവര്യൻ അണ്ടലാടിമാന നാരായണൻ നമ്പൂതിരിപ്പാട് അന്തരിച്ചു. കാടാമ്പുഴ ക്ഷേത്രം ഉൾപ്പെടെ മലബാറിലെ 300-ലധികം ക്ഷേത്രങ്ങളുടെ തന്ത്രിയായിരുന്നു നാരായണൻ നമ്പൂതിരി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.